നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അനിയും നന്ദുവും കൂടെ രാത്രിയായ സമയത്ത് കടൽ തീരത്ത് വന്ന് കടൽക്കാറ്റൊക്കെ കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നന്ദു അനിയോട് ആ കാര്യങ്ങളൊക്കെ പറയണേ. ഒരുപക്ഷെ ഇനി വിവാഹാലോചനകളൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. പ്രഷർ കൂടുതലാണെങ്കിൽ എനിക്ക് വഴങ്ങേണ്ടതായിട്ട് വരും. അത് കേട്ടപ്പോൾ അനു പറഞ്ഞു, അതെ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കണം. എന്ത് തീരുമാനങ്ങൾ? അതാ ഞാൻ പറഞ്ഞ മുളയിലേ നുള്ളണോന്ന്. കല്യാണാലോചന വരുമ്പോൾ തന്നെ മുടക്കി കളയണം. ചെക്കൻ കാണാൻ വരുമ്പോൾ തന്നെ നീ ചെക്കൻ്റെ ഫോൺ നമ്പർ മേടിച്ചു വെക്കണം. പിന്നീട് അവനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡീൽ ചെയ്തോണം. ഞങ്ങൾ എന്താണല്ലോ വിവാഹം മുടക്കും. എടാ, അങ്ങനെ മുടക്കിയിട്ടുണ്ട്, വീട്ടിലറിയില്ലേ? അതൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. നീ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട നന്ദു എന്ന് പറഞ്ഞു. നന്ദുവിൻ്റെ ഒരുമാതിരി സമാധാനമൊക്കെ ആയി. പിന്നീട് അനി പറഞ്ഞു, ഇത്തിരി അടുത്തിരിക്കാൻ പറയണം. അങ്ങനെ നന്ദു അടുത്തിരുന്ന് കഴിഞ്ഞപ്പം നന്ദു അനിയുടെ തോളത്തേക്ക് കൈയിട്ട് രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. സമയം പോയതുപോലും അവരറിയുന്നുണ്ടായിരുന്നില്ല. ഇതേ സമയം ആദർശം നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോരുന്ന വഴിക്ക് നയനയോട് ആദർശ് പറഞ്ഞു, ഇപ്പം ചിലപ്പം അമ്മ ഉറങ്ങി കാണുമല്ലേ? ആ, നല്ല കാര്യമായി, അമ്മ എല്ലായിരിക്കണം. അമ്മ നമ്മൾ ചെല്ലാതെ ഉറങ്ങത്തില്ല. അത് കേട്ടപ്പോൾ ആദർശോട്, നമുക്കൊരു കാര്യം ചെയ്താലോ? ബീച്ചിലേക്ക് ഒന്ന് പോയിട്ട് പോയാലോ? ബീച്ചിലോ? ഈ സമയത്തോ? അതെന്താ, അവിടെ വലിയ ശല്യക്കാരുണ്ടാവുന്ന ഓർത്തിട്ടാണോ? അല്ല, അത് പിന്നെ നീ പേടിക്കൊന്നും വേണ്ട. ശല്യക്കാരുണ്ടെങ്കിലേ ഞാൻ അവരെയൊക്കെ കൈകാര്യം ചെയ്തോളാം. ആ കാര്യത്തിൽ നിനക്ക് ഒരു പേടിയും വേണ്ട. അറിയാലോ, പിന്നെ എനിക്കറിയാലോ, ഞാൻ ഒരു തവണ കണ്ടിട്ടുണ്ട് ആണല്ലോ നന്ദുവിനെ പോലെ തന്നെ ആദർശേട്ടനെന്ന് എനിക്കറിയാം. പ്രതികരിക്കുന്ന സ്വഭാവമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും എനിക്ക് പേടിയില്ല. അങ്ങനെയാണ്, നമുക്ക് കുറച്ചു നേരം പോയാൽ മതി. ഇന്നത്തെ രാത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിലപ്പെട്ടാണ്. മറ്റന്നാൾ ഞാനും കൂടെ പോവില്ലേ? പിന്നെ എത്ര ദിവസം കഴിഞ്ഞാൽ നിന്നെ കാണാൻ പറ്റുന്നേ? മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു എത്ര ദിവസം വെള്ളം മാറി നിൽക്കാനായിട്ട്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരു ദിവസം പോലും നിന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. അത് കേട്ടപ്പോൾ നയന് പറഞ്ഞു, അതുപോലെ തന്നെ ആദർശേട്ട എനിക്കും. ആദർശേട്ടനെ പിരിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ദുബായി ചെന്ന് കഴിയുമ്പോഴത്തേനും നല്ല കഴിവുള്ള ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് വേണം തിരികെ പോരാനായിട്ട്. കാരണം അവിടുത്തെ കാര്യത്തിനൊന്നും ഒരു കുഴപ്പവും സംഭവിക്കരുത്. ഇനി എപ്പോഴും എപ്പോഴും അങ്ങോട്ടേക്ക് ഓടിപ്പോകാൻ പറ്റുന്ന കാര്യം അല്ലല്ലോ. ആദർശ് പറഞ്ഞു, ശരി, അതങ്ങനെ തന്നെ ഞാൻ ചെയ്യാന്നൊക്കെ പറഞ്ഞു. ഇതേ സമയത്ത് നന്ദു അനിയും കൂടെ കയ്യെ പിടിച്ച് ബീച്ചിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ്. ആ സമയത്ത് നന്ദു അനിയോട് പറഞ്ഞു, എടാ, സമയത്തിലേ പോവണ്ടേ? നമുക്ക് കുറച്ച് സമയം കൂടെ ഇങ്ങനെ നടന്നിട്ട് പോകാമെന്ന് പറയണേ. നിനക്ക് സന്തോഷമൊന്നും തോന്നില്ല എൻ്റെ കയ്യെ പിടിച്ചിങ്ങനെ നടക്കുമ്പോൾ? ഓ, നിനക്ക് എപ്പോഴും തിരക്കും കാര്യങ്ങളും അല്ലേ? എടി, നമ്മൾ നമ്മുടെ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് നമുക്ക് വേണ്ടി അല്പം സമയം ചെലവഴിക്കണം. അത് കേട്ടപ്പം നന്ദു പറഞ്ഞു, ആ, കൊള്ളാം എന്നും പറഞ്ഞിട്ട് അവിടെ ഒരു സൈഡിൽ പോയി അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും അനി അവിടെ ഇരുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, നിനക്കറിയാലോ, ഇപ്പോഴത്തെ പോലെ നീ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. പിന്നെയോ? എടി, ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലിയല്ലേ? എത്ര കാലം നീ ഇതുമായിട്ട് മുന്നോട്ട് പോകും? നമ്മുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആഹാ, അത് കൊള്ളാലോ, ഞാനേ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ജോലിയാ. ഇതങ്ങനെ കളയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അല്ല, നീ ഏതാണ്ട് IAS പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടോ? IAS IPS ഒക്കെ പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ എങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അതിന് സമയം കിട്ടണ്ടേ? അതുകൊണ്ടാ. എടി, ഡ്യൂട്ടിയൊക്കെ മാറ്റി വെച്ചിട്ട് നീ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം. അതിന് വേണ്ട ടെസ്റ്റുകളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിച്ചു തരാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ലടാ. അത്യാവശ്യം എനിക്ക് ജോലിയുണ്ട്, ശമ്പളമുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഞാൻ വാങ്ങിച്ചോളാം. ഓ, ഞാൻ വാങ്ങിച്ചു തന്നാൽ എന്താ ഇപ്പം പ്രശ്നം? എന്തേലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. ഒന്നുമല്ലേലും ഇപ്പം നിന്റെ കൺട്രോളൊക്കെ എൻ്റെ കയ്യിലല്ലേ? അയ്യടാ, അതങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ മതി. അതെ, എൻ്റെ കൺട്രോൾ ഞാൻ ആർക്കും കൊടുക്കാനായിട്ട് തീരെഴുതി കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോഴേക്കും അനു പറഞ്ഞു, നീ എൻ്റെ ഭാര്യയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കണ്ടോ ഇതൊക്കെ അങ്ങോട്ട് മാറുമെന്ന് പറയണം. അങ്ങനെ രണ്ടുപേരും കൂടെ സന്തോഷിച്ച് സംസാരിച്ചിരിക്കുന്ന സമയത്താണ് ആദർശം നയനയും കൂടെ കൈ കോർത്ത് പിടിച്ച് അതിലൂടെ നടന്നു വരുന്നുണ്ട്. ഈ സമയത്ത് അനി പെട്ടെന്ന് നന്ദുവിനോട് പറഞ്ഞു, നന്ദു തെങ്ങ് നോക്കിയേ, അതാരാ വരണേന്ന്. ആദർശേട്ടൻ നയനേച്ചി എന്ന് പറയണം. രണ്ടുപേരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. ആദർശിനെ കണ്ടപടി നന്ദു എന്ത് ചെയ്തു? പതുക്കെ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പണി പാളുമെന്ന് മനസ്സിലായി. ആ സമയത്താണ് നയനിയെ കാഴ്ച കാണുന്നത്. അനി അവിടെ നിൽക്കുന്ന കാണുന്നത്. ആദർശേട്ടാ ഇതങ്ങ് നോക്കിയേ, അനിയല്ലേ നീ ചോദിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അനിയുടെ അടുത്തേക്കുന്നു. ഇതെന്താടാ നീ ഇവിടെ? അത് പിന്നെ ഞാൻ വെറുതെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിട്ടോ. അത് ആദർശേട്ടാ, ഇന്നാണ് കമ്പനിയിൽ വേദന പിടിച്ചൊരു ദിവസമായിരുന്നു. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നാ. അല്ല, നീ തന്നെയുള്ളോ? ഞാൻ തനിച്ചുള്ളൂ. അല്ല, വേറെ ആരാ? അപ്പോഴേക്കും നയന പറഞ്ഞു, അല്ല, നന്ദു എങ്ങാനും ഉണ്ടോന്ന്. നന്ദുവോ? ഞാൻ അവളെ കണ്ടിട്ട് തന്നെ കുറെ ദിവസമായി. അല്ലെങ്കിൽ ഇപ്പം ഞാനും അവളും തമ്മിൽ പഴയതുപോലെ അങ്ങനെ സംസാരം കാര്യങ്ങളും കാണലൊന്നുമില്ല. അതിനുള്ള സമയമൊന്നുമില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല. ആദർശ് പറഞ്ഞു, ഞങ്ങളത് വിശ്വസിച്ചു. പറയുന്ന ആള് നീയല്ലേ? അപ്പോഴേക്കും നയന പറഞ്ഞു, ഇവിടെ ഒന്ന് ശരിക്കും നോക്കിയാൽ അറിയാം ഇവിടെ എവിടെയെങ്കിലും പതുങ്ങി ഇരിപ്പുണ്ടോന്ന്. ആ, നോക്ക് നോക്ക്, ഈ കടൽത്തീരം മുഴുവൻ അരിച്ചു നോക്ക്.
അപ്പം അറിയാലോ നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, നിന്നെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വരാം. സത്യം ആദർശേട്ട പറയണേ, നന്ദു ഇല്ലാന്ന് പറഞ്ഞു. നയനയും ആദർശം പരസ്പരം ഒന്ന് നോക്കി. ഈ സമയം അനുയോജിച്ചു, അല്ല നിങ്ങൾ രണ്ടും എന്താ ഇവിടെ? നയന പറഞ്ഞ, ആദർശേട്ടൻ മറ്റന്നാൾ പോവല്ലേ, അപ്പോൾ ഒന്ന് എൻജോയ് ചെയ്യാന്ന് കരുതി പുറത്തിറങ്ങിയതാ. ഓ അങ്ങനെയാണല്ലേ. ആ സമയത്ത് നന്ദുവിൻ്റെ അനിയുടെ മുഖത്തെ പതർച്ചയും കാര്യങ്ങളൊക്കെ നയനെ ആദർശം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തോ ഒരു കള്ളത്തരമുള്ള പോലെ അവർക്ക് തോന്നി. ഈ സമയം നന്ദു പെട്ടെന്ന് റോഡിൽ കയറി നടക്കുവാണ്. ദൈവമേ, ആദർശയുടെ നയനിച്ച് അങ്ങോട്ട് കണ്ടാൽ തീർന്നു. ഇതേ സമയത്ത് നവീൻ എന്നോട് ബൈക്കും കൊണ്ട് വരുന്നേ, ഇത് നന്ദു അല്ലേ ഈ പോണേ എന്നോടത്ത് പെട്ടെന്ന് അവിടെ ബൈക്ക് ചവിട്ടി. അല്ല നന്ദു, നീ എന്താ ഇവിടെ? അത് പിന്നെ ഞാൻ ഈ ചേരി പ്രദേശത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നറിഞ്ഞു. അപ്പം അതൊക്കെ ഒന്ന് നേരിട്ട് അന്വേഷിക്കാനായിട്ട് ഇറങ്ങിയതാ. അല്ല നന്ദു, നിനക്ക് പേടിയില്ല ഈ സമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കാനായിട്ട്? ഇന്ന് ശരിയല്ല. എന്തിനാ നവീനേട്ടാ പേടിക്കുന്നേ? ഞാൻ ഒന്നും അല്ലെങ്കിലും ഒരു പോലീസ് ഓഫീസർ അല്ലേ. ഓ അത് ശരി. ഞാനത് ചില സമയത്ത് ഞാൻ അത്ര അങ്ങ് ചിന്തിക്കത്തില്ല. കാരണം നീ ഒരു പെൺകുട്ടിയാന്നൊരു ചിന്ത മാത്രമേ എൻ്റെ മനസ്സിൽ വരത്തുള്ളൂ. അല്ല ഇനിയിപ്പോൾ നീ എങ്ങോട്ടാ? ഞാൻ വീട്ടിലേക്കാ. നവീനായിട്ട് ആ വഴിയാണ് പോകുന്നത്. എങ്കിലും അവിടെ എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്തേക്കോ? നവീന് ഒത്തിരി സന്തോഷമുള്ള കാര്യം വരുന്നത്. നവീൻ പെട്ടെന്ന് പറഞ്ഞു, അതിനെന്താ, ഞാൻ ഡ്രോപ്പ് ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞു. നവീൻ്റെ മനസ്സിൽ ചില ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. ഇവൾ ആൺകുട്ടികളുടെ ബൈക്കിന് പിന്നാലെ കയറുന്നെന്നുള്ളേ. ആ സമയത്ത് നന്ദി ചോദിച്ചു, എന്താ നവീനേട്ടാ നോക്കണേ? ഒന്നുമില്ല, ഞാൻ വെറുതെ നോക്കിയെന്നുള്ളൂ. അന്ന് നീ കയറാൻ പറയണ. അങ്ങനെ നന്ദു കയറിയിട്ട് ബൈക്കിലേക്ക് നോക്കുകയാണ്. ആദർശം ഇനി നയനെങ്ങനെ വരുന്നുണ്ടെന്ന്. എന്നാ വിട്ടോ നവീനേട്ടാന്ന് പറയണ. അല്ല നമുക്ക് പോകുന്ന വഴിക്ക് ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോയാലോ? നന്ദുവിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അവർ വന്ന് കണ്ടാൽ പണി വാളൂന്നറിയാം. ഇതേ സമയം അനിയുടെ അടുത്തേക്ക് ആദർശ് നയനം വന്നു. ആ സമയം അനി ചോദിച്ചു, അല്ല ഇവിടെയെല്ലാം സെർച്ച് ചെയ്തിട്ട് ആരെയെല്ലാം കണ്ടോ? ആ സമയത്ത് ആദർശ് പറഞ്ഞു, നന്ദു അല്ലേ ആള്? നന്ദു ഇവിടെ കാണാൻ വഴിയില്ല. നയന് പറഞ്ഞു, അവളൊരു പോലീസ് ഓഫീസറാ, എങ്ങനെ ഒളിക്കണം എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു. അനി പറഞ്ഞു, എന്താ നയനടുത്ത് ഇങ്ങനെ എന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നേ? നയന പറഞ്ഞു, നീ അത്ര നല്ല വെള്ളയൊന്നും ആവണ്ട. അന്ന് വീട്ടിൽ പൂജ നടക്കുന്ന സമയത്തെ നീയും നന്ദു തമ്മിൽ കണ്ണും കണ്ണും കൊണ്ട് കോർക്കുന്ന ഞങ്ങൾ കണ്ടാന്ന് പറയണം. പിന്നെ അങ്ങനൊന്നും ഇല്ല, അതൊക്കെ നയനേച്ചിക്കൊക്കെ വെറുതെ തോന്നുന്നൊന്നും അല്ലടാ. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, എടാ അച്ഛന് വയ്യാതിരുന്നിട്ടും അന്ന് അവൾ ആ പൂജയുടെ സമയത്ത് പിന്നെ വീട്ടിലേക്ക് എന്തിനാ വന്നേ? അത് പിന്നെ അവിടെ പൂജയുള്ളതുകൊണ്ട്. അത് മാത്രമല്ല അഭിയൊന്ന് വാച്ച് ചെയ്യാനോ? അല്ല അവൻ്റെ കള്ളത്തരങ്ങളൊക്കെ അവൻ്റെ കള്ളത്തരങ്ങളൊക്കെ പിടികൂടാനായിട്ട് പിറ്റേ ദിവസം അവൾ വന്നല്ലോ, അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനായിട്ട്. പിന്നെ തലേ ദിവസം വന്ന കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ടോ? അതൊന്നും അല്ല ആദർശേട്ടാ. അവൻ്റെ മുഖത്തെ ആ പതർച്ചയൊക്കെ ഒന്ന് നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. നിന്നെ ഞങ്ങൾ വിശ്വസിക്കണമല്ലേ? നന്നായിട്ട് വിശ്വസിക്കും ഞങ്ങൾ. നയന പറഞ്ഞു, നീ കൂടുതലൊന്നും കിടന്ന് ഉരുണ്ടും മെഴുകണ്ട, ഞങ്ങൾക്ക് കാര്യം എന്താ വെച്ചാൽ അറിയാം. അപ്പോഴേക്കും അനി പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, എനിക്കറിയാം ഇനി ഞങ്ങൾ രണ്ടുപേർ തമ്മിൽ ഒന്നാൻ പറ്റില്ലെന്ന്. അതുകൊണ്ട് ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ പഴയതുപോലെ ഫ്രണ്ട്സാന്ന് പറയണം. ആദർശ് പറഞ്ഞു, ഇത് ഞാനങ്ങോട്ട് വിശ്വസിച്ചു. നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കണമല്ലേ? ഇനി ഇവിടെ കൂടുതൽ നിങ്ങൾ കറങ്ങാൻ നിൽക്കണ്ട. ദേ ഇളയമ്മ നിന്നെ അന്വേഷിക്കുന്നുണ്ടായിരിക്കും, നീ പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലാൻ നോക്ക്. അപ്പോഴേക്കും അനി പറഞ്ഞു, അതുപോലെ തന്നെയാ വല്യമ്മ വീട്ടിൽ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾ ഇവിടെ കിടന്ന് കൂടുതൽ ഇറങ്ങണ്ട, വീട്ടിലേക്ക് പോകാൻ നോക്കാനൊക്കെ പറഞ്ഞു. ഇതേ സമയത്ത് നന്ദു എന്ത് ചെയ്യുവാണ്, ബൈക്കിന്റെ പിന്നാലെ അങ്ങോട്ട് പോവാണ്. അനിയാണെങ്കിൽ അവിടെ ആദർശിനെ നയനയുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടിട്ട് നന്ദുവിനെ വിളിക്കുവാണ്. നന്ദു കോൾ എടുത്തു. അല്ല നീ ഇത് എവിടെ അടിന്ന് ചോദിക്കുക. അതെ ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, വീട് എത്താറായി. ഇത്ര പെട്ടെന്ന് വീടെത്താറായി? അതെങ്ങനെ? അതൊക്കെ ഞാൻ പിന്നീട് പറയാന്ന് പറഞ്ഞു. അങ്ങനെ നന്ദു കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നവീൻ ചോദിച്ചു, അത് ആരാ വിളിച്ചതെന്ന് ചോദിക്കുക. അത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ. ആണോ? സ്റ്റേഷനിൽ നിന്ന് വിളിച്ചാ? അപ്പം ഞാൻ വീടെത്തിയല്ലോ, അപ്പം അങ്ങനെയൊക്കെയാന്ന് പറയണം. അത് കേട്ടപ്പം നവീൻ പറഞ്ഞു, ആ ശരി. പ്രത്യേകിച്ച് നവീൻ്റെ സംശയമൊന്നും തോന്നിയതുമില്ല. പിന്നീട് നവീനും കൂടെ നന്ദുവിൻ്റെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് കനക ചുക്കാപ്പിയൊക്കെ കൊണ്ട് കൊടുത്തു. ഇത് മോനെ കുടിക്കാനൊക്കെ പറഞ്ഞിട്ട്. അല്ല കല്യാണാലോചനകൾ വല്ല മോന് വരുന്നുണ്ടോയെന്ന് ഗോവിന്ദൻ ചോദിക്കുകയാണ്. ആലോചനകളൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിക്കണ സമയത്ത് നവീൻ പറഞ്ഞു, അതെ ഈ നന്ദു ഈ പാതിരാത്രി സമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നു നടക്കുന്നു അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. അപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു, എത്ര പറഞ്ഞാലും ഇവൾക്ക് മനസ്സിലാവില്ല മോനെ. നന്ദു പറഞ്ഞു, എൻ്റെ ജോലിയുടെ ഭാഗമല്ലേ, ചേരി പ്രദേശത്ത് കുറേ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പം അതുകൊണ്ടാണ് ഞാൻ മഫ്തിയിൽ അങ്ങോട്ടേക്ക് പോയത്, അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചറിയാനായിട്ട്. പിന്നെ എനിക്കങ്ങനെ വീട്ടിൽ കയറി ഇരിക്കാൻ പറ്റുന്ന കാര്യമല്ലോ, ഒന്നുമല്ലല്ലോ, ഞാൻ രസയല്ലേന്ന് ചോദിച്ചു. കനക പറഞ്ഞു, കണ്ടില്ല മോനെ, എന്ത് പറഞ്ഞാലും ഇവളിങ്ങനെയാ, നമുക്ക് പിടിതരത്തില്ല. അല്ല നന്ദുവിന് കല്യാണാലോചന വരുന്നുണ്ടോ? കുറേ ആലോചനയൊക്കെ വരുന്നുണ്ട് ആ സച്ചിയുടെ ആലോചനയ്ക്ക് ശേഷം. പക്ഷെ നന്ദു അങ്ങോട്ട് അടുക്കുന്നില്ല. ഇപ്പം കല്യാണം വേണ്ടെന്ന് പറഞ്ഞായിരിക്കുന്നേ.
എന്നാൽ ശരി, ഞാൻ ഇറങ്ങട്ടെ. അങ്കിളോ ആൻറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അവരോടൊക്കെ യാത്ര പറഞ്ഞ് നന്ദുവിനോട് യാത്ര പറഞ്ഞിട്ട് നവീൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. നവീൻ പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഗോവിന്ദ് ചോദിച്ചു, എന്താ മോളെ, നീ എന്തിനാ ഒറ്റയ്ക്ക് പോയി നിൽക്കുന്ന ആ പാതിരാത്രി സമയത്ത് അവിടെയൊക്കെ? അതിൻ്റെ ആവശ്യം എന്താ? അതോ ഇനി വേറെ വല്ലതും ആണോ? ദേച്ചാ, ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു പോലീസുകാരിയല്ലേ, അപ്പം എനിക്ക് അതിൻ്റേതായ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്തേ മതിയാവുള്ളൂ. ആ സമയത്ത് രൂക്ഷമായിട്ടൊന്ന് നന്ദുവിനെ നോക്കിയിട്ട് കനി വെച്ചു, സത്യം പറ, നീ വേറെ ആരെങ്കിലും കാണാൻ പോയതാണോ? ദമ്മേ, ഈ സംശയിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട കേട്ടോ. അതും പറഞ്ഞ് നന്ദു പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പായി. അപ്പോഴേക്കും ഗോവിന്ദനോട് കനക പറഞ്ഞു, എനിക്ക് നല്ല ടെൻഷനുണ്ട് ഗോവിന്ദേട്ട, ആ അനിയെ കാണാനായിട്ടാണോന്ന്. കാരണം അവളുടെ പോക്കും മട്ടും ഭാവമൊക്കെ കണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, അവർ തമ്മിൽ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ടെന്നാണ് എൻ്റെ തോന്നലെന്നൊക്കെ കനക പറഞ്ഞു. ആ സമയം ആദർശം നയനം കൂടെ ബീച്ചിൽ കൂടെ നടക്കുവാണ്. രണ്ടുപേരുടെ സംശയം, അതിന് ഒരു കാരണവശാലും തനിച്ചു വരില്ല, കൂടെ ഏതോ ഒരു പെണ്ണുണ്ടായിരിക്കും. നയന പറഞ്ഞു, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്, പക്ഷേ എനിക്ക് ഒരു കാര്യമുണ്ട്, അവൻ്റെ മനസ്സിൽ വേറൊരു പെൺകുട്ടിയില്ല, ഉണ്ടെങ്കിൽ നന്ദു മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നന്ദു ആയിരിക്കണം കൂടെ ഉണ്ടായിരുന്നിരിക്കുന്നത്, നമ്മളെ കണ്ടു കഴിഞ്ഞപ്പോൾ മാറിയതാണോ എന്ന് സംശയമുണ്ട്. ആദർശ് പറഞ്ഞു, അതെ, ശരിക്കും പറഞ്ഞാൽ അവർ രണ്ടുപേരും ഒന്നാകുന്നത് കൊണ്ട് നമുക്ക് സന്തോഷമുള്ളൂ. പക്ഷേങ്കിൽ നിന്റെ വീട്ടുകാർ സമ്മതിക്കില്ലോ, അച്ഛനും അമ്മയൊന്നും സമ്മതിക്കത്തില്ലോ. നയന പറഞ്ഞു, അതെ ആദർശേട്ടാ, ഒരിക്കലും സമ്മതിക്കത്തില്ല, അവരത്ര കടുംപിടുത്തത്തില്ല. അത് ഓർത്ത് കഴിയുമ്പോൾ ഒരു വിഷമം. അല്ല, ഇപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നന്ദുവിന് എത്ര ആലോചന വരുന്നുണ്ട്, നന്ദു ഒന്നിനെങ്കിലും സമ്മതിക്കുന്നുണ്ടോ? ഇല്ല, അവൾക്ക് ഒന്നും വിവാഹം ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ നിൽക്കുന്നത്. ഇനിയിപ്പോൾ അനാമികയും തമ്മിൽ ഡിവോഴ്സ് കഴിഞ്ഞാലും അനി വേറൊരു ബന്ധത്തിന് സമ്മതിക്കുന്ന എനിക്ക് തോന്നില്ല. അവർ തമ്മിൽ അത്ര അടുപ്പാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ സജീവായിട്ടുള്ള ബന്ധം അതെങ്ങനെയും തകരണമെന്ന് ആലോചിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവൻ്റെ കുറിച്ചുള്ള കള്ളത്തരങ്ങളൊക്കെ രണ്ടുപേരും കൂടെ പുറത്തു കൊണ്ടുവന്നേ. അതിന് എത്രമാത്രം അവർ എഫർട്ട് എടുത്തിട്ടുണ്ടെന്ന് അറിയാവോ? അതിനർത്ഥം അവർ അത്രമാത്രം ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ടെന്നാ. അങ്ങനെ അവിടെ സംസാരിച്ച് വീണ്ടും അവിടെ ഇരിക്കുകയാണ്. ആ സമയം ആദർശ് പറഞ്ഞു, ദേ, ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ നമുക്ക് ഇനി ജീവിതത്തിൽ കൂടുതലുണ്ടാവണം എന്ന് പറയാം. നയന ചോദിച്ചു, അതെന്താ ആദർശേട്ടാ? അല്ല, നമ്മൾ കല്യാണം കഴിഞ്ഞ് കുറേ കാലം നമ്മൾ അടുത്തിടപഴകിയിട്ടൊന്നും ഇല്ലല്ലോ, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ആയിരുന്നില്ലല്ലോ. എനിക്ക് നിന്നെ ഇഷ്ടമില്ലായിരുന്നു, പക്ഷേ ഇപ്പോഴാ ദിവസങ്ങൾ കടന്നുപോയ ദിവസങ്ങളെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് എനിക്ക് നല്ല നഷ്ടബോധമുണ്ട്. ശരിക്കും എൻജോയ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ എൻജോയ് ചെയ്തിട്ടില്ല. അപ്പോഴേക്കും നയന പറഞ്ഞു, അതൊന്നും സാരമില്ല ആദർശേട്ടാ, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇപ്പം നിന്നെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഉദയാസ്തമയങ്ങളൊക്കെ കാണണം എന്നൊക്കെ, കുറേ സമയം നിന്നോടൊപ്പം ചെലവഴിക്കണം എന്നൊക്കെ. നയനെ പറഞ്ഞു, അതൊന്നും വേണ്ട, എനിക്ക് കിട്ടുന്നത് തന്നെ എനിക്ക് ധാരാളമാണ്, എനിക്ക് ഈ സന്തോഷമൊക്കെ മതി ആദർശേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തോടെ അവിടെ ഇരിക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.